ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇപ്പോൾ കൃത്യമായി കേന്ദ്രത്തിന്റെ നിലപാട് ഇന്ന് സുപ്രീം കോടതിയിൽ എടുക്കുന്നു. അതായത് പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നു കേന്ദ്രം. ഇനി നമുക്ക് അറിയേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്താണ്, വാദം എന്താണെന്നുള്ളതാണ്. ഇപ്പോഴും നേരത്തെ നൽകിയ സത്യവാങ്മൂലത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ അതോ നിലപാട് മാറ്റിയോ മയപ്പെടുത്തിയോ എന്നുള്ളത് ഒരു മാസമാണ് സർക്കാരിന്റെ മുന്നിലുള്ള കാലയളവ്. ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം സംസ്ഥാന ഗവൺമെന്റ് എടുത്ത തീരുമാനമാണ്. സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ യുവതീ പ്രവേശനം വേണമെന്ന് പറഞ്ഞ സുപ്രീം കോടതിയിലെ അഫിഡവിറ്റ് കൊടുത്തു. അതിൽ അവർ ഉറച്ചു നിൽക്കുന്നത് പറഞ്ഞു. അതിന്റെ പേരിൽ ഒരു വിധി വന്നു. ആ വിധി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ആകമാനമുള്ള വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായത്. ഇന്നിപ്പോ സംസ്ഥാന ഗവൺമെന്റ് അന്നൊരു അയഞ്ഞ നിലപാടെടുത്തിരുന്നു എങ്കിൽ നമ്മളുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. ഇപ്പൊ സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു സംസ്ഥാന ഗവൺമെന്റ് 2 പൊസിഷൻ എടുക്കരുത്. നേരത്തെ സംസ്ഥാന ഗവൺമെന്റ് 2016 ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ അവസാനത്തെ കാലത്ത് ഇത് യുവതീ പ്രവേശനം സാധ്യമല്ല എന്നുള്ള നിലപാട് സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അവർ വീണ്ടും പറഞ്ഞു നേരത്തെ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നേരത്തെ എടുത്ത തീരുമാനം തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് യുവതീ പ്രവേശനമാകാം എന്നുള്ളതായിരുന്നു വാദഗതി. ഇന്നിപ്പോ സുപ്രീം കോടതി ഈ വിധിക്ക് ശേഷം സുപ്രീം കോടതിയില് പുനഃപരിശോധനയ്ക്ക് വേണ്ടിയുള്ള ഹർജി വന്നു. അതില് സുപ്രീം കോടതി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് ജനങ്ങൾ നോക്കുന്നത്. സുപ്രീം കോടതി തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിർണായകമാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒപ്പീനിയൻ. സംസ്ഥാന ഗവൺമെന്റ് ഇതിന് അനുകൂലമോ പ്രതികൂലമോ എന്ന് പറഞ്ഞാൽ 2007 കൊടുത്ത അഫിഡവിറ്റിലാണോ അവർ നിൽക്കുന്നത്, അതിലോ 2016 യുവതീ പ്രവേശനം അനുവദിക്കണമെന്ന് ഗവൺമെന്റ് കൊടുത്ത നിർദ്ദേശത്തെ എതിർത്തുകൊണ്ട് കൊടുത്ത അഫിഡവിറ്റിലാണോ ഉറച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് 2 പ്രാവശ്യം യുവതീ പ്രവേശനം നടത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനം അവരെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ യുവതീ പ്രവേശനത്തെ സംബന്ധിച്ച് ഗവൺമെന്റിന് വളരെ നിർണായകമായി ഞാനിപ്പോ കാണുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി പറയുന്നു ഗവൺമെന്റ് ഏത് സ്റ്റാൻഡ് എടുത്താലും ശരി പാർട്ടി സ്റ്റാൻഡിൽ മാറ്റമില്ല എന്ന് പറഞ്ഞാൽ പാർട്ടി എടുക്കുന്ന തീരുമാനത്തിനപ്പുറത്തേക്ക് പോകാനുള്ള ഒരു മാൻഡേറ്റ് ഗവൺമെന്റിന് ഉണ്ടാവില്ല എന്നുള്ള സൂചനയാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഏതായാലും സുപ്രീം കോടതിയുടെ പരിഗണനാ വിഷയത്തിൽ ആർട്ടിക്കിൾ 25 അനുച്ഛേദം അനുസരിച്ച് മതാചാരങ്ങളിൽ സുപ്രീം കോടതിക്ക് ഇടപെടാൻ കഴിയുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അതുകൂടി ഈ 9-അംഗ ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ അതിൽ വാദം കേട്ട് കോടതിക്ക് മതാചാരങ്ങളിൽ ഇടപെടാൻ കഴിയില്ല എന്നൊരു തീരുമാനം വന്നാൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ അതിനെന്തെങ്കിലും പ്രസക്തി ഉണ്ടാകുമോ? സ്വാഭാവികമായിട്ടും അത് സുപ്രീം കോടതി എടുക്കേണ്ട തീരുമാനമാണ്. മതാചാരങ്ങളിൽ സുപ്രീം കോടതിക്ക് ഇടപെടാൻ സാധ്യമല്ല എന്നുള്ള നിലപാട് വന്നാൽ ഈ സ്റ്റാറ്റസ് കോ ആന്റിയായി പോകും. കാരണം സുപ്രീം കോടതി വിധിച്ച മുൻവിധി അതോടുകൂടി റദ്ദായി പോവുകയാണ്. മതാചാരങ്ങളിൽ സുപ്രീം കോടതിക്ക് ഇടപെടാൻ സാധ്യമല്ല എന്ന് ഭരണഘടനാപരമായ പൊസിഷൻ നിലനിൽക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം യുവതീ പ്രവേശനം അനുവദിക്കാൻ സുപ്രീം കോടതിക്ക് സാധ്യമല്ല. ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒപ്പീനിയനാണ് ചോദിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ നേരത്തെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇതിന് വ്യത്യസ്തമായ ഒരു നിലപാട് വന്നത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പറയുന്നത് മതാചാരങ്ങളിൽ സുപ്രീം കോടതി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പ്രതിപക്ഷത്തിന്റെ നിലപാട് വ്യക്തമാണ്.